നമ്മുടെ പേപ്പർ 1 സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പ് പേപ്പർ 1ന്റെ പല മൊഡ്യൂൾസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ബേസ് ചെയ്ത് ഒരു മാരത്തൺ വീഡിയോ സീരീസ് നമ്മൾ ചെയ്തിരുന്നു. സോ ആ ഒരു സീരീസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടാണ് ഈ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ ഈ മൊഡ്യൂളിലുള്ള 5 പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ചില ഏരിയാസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഓൾറെഡി നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റിൽ ചെയ്തിട്ടുള്ള മാരത്തൺ വീഡിയോയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് നമ്മൾ പറഞ്ഞു. സോ ആ മാരത്തൺ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ആ വീഡിയോയിൽ ഒരു ഓവറോൾ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. എന്തൊക്കെ ഏരിയാസ് ആണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അനാലിസിസ്, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതൊക്കെയായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുള്ളിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്നത്. സോ ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഇനി അങ്ങനെയല്ല, നിങ്ങൾ ആ മാരത്തൺ സെഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കാണുന്നത് നിങ്ങൾക്ക് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിനെ കുറിച്ച് ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ഐഡിയ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ സെഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ 5 പ്രധാനപ്പെട്ട ആ മാരത്തൺ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ സീരീസിന് തന്നെ നമ്മൾ മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICT, ലോജിക്കൽ റീസണിങ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള മൊഡ്യൂൾസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ആ വീഡിയോസിൻ്റെ ലിങ്ക്സും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെയുള്ള 5 പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന 5 ഏരിയാസ് വീതമാണ് നമ്മൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഏരിയാസ് എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിലെ ആദ്യത്തെ ഒരു ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ AQI എന്ന് പറയുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ, അല്ലെങ്കിൽ ആ ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയായി നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റിൽ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് എയർ പൊല്യൂഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സും നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ AQI എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, സോ ഇവിടെ നമ്മൾ മാരത്തൺ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻവയൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹസാർഡ്സ് ഒക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. ഇപ്പം എൻവയൺമെൻറ്റൽ ഹസാർഡ്സ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്, അത് മാൻമെയ്ഡ് ആയിട്ടും ആന്ത്രോപജനിക് ആയിട്ടും ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ അതിനോട് ചേർത്ത് നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നുള്ളത്. Thirdly, we'll be looking at point and non-point sources. ഇത് വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ യൂഷ്വൽ കേസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്താ, വാട്ടർ പൊല്യൂഷൻ, അതിൻ്റെ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസ് ഏതൊക്കെയാണ്, BOD, യൂട്രോഫിക്കേഷൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഈ പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സസിനെ നമുക്ക് ജനറലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ പരിശോധിക്കുന്നുണ്ട്. ദെൻ വി ഹാവ് കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ്. അതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഓർഡർ എന്താണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വി ഹാവ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം ഈ വേസ്റ്റ് ടൈപ്സിനെ തന്നെ നമുക്ക് പല രീതികളിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഫുള്ളി ഈ സെഷനിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള ചില കോൺസെപ്റ്റുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ചില ഏരിയാസ് കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം. അത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഈ ഏരിയ ആസ് സച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ
നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഇങ്ങനെ ചില സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല ടൈപ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് ആ ടോപ്പിക്ക് വരുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഓരോ ഏരിയാസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ AQI എന്നുള്ളതാണ്. സോ എന്താണ് ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു ഐഡിയ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2014 സോ 2014 ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മളുടെ ഈ എയറിൻ്റെ ക്വാളിറ്റി അത് ജനറൽ പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 2014 നിലവിൽ വരുന്നത്. ഇതിനു മുമ്പ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ദേശത്തിൽ വന്നിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു NAAQS എന്ന് പറയുന്നത്. ഓക്കെ, NAAQS. പക്ഷേ ആ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ടെക്നിക്കലായിരുന്നു. വളരെ ടെക്നിക്കലായിട്ട് ഈ പറയുന്ന എയർ ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു NAAQS എന്ന് പറയുന്നത്. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജനറൽ പബ്ലിക് അല്ലെങ്കിൽ കോമൺ മാനിന് അത് നോക്കി എയർ ക്വാളിറ്റി മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഈ എയർ ക്വാളിറ്റി ലെവൽ കുറച്ചുകൂടെ നന്നായിട്ട് ജനറൽ പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്തൊരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ വരുന്നത്. അങ്ങനെയാണ് 2014 ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത്. And it was launched to measure the air quality and rate it in 6 categories ranging from good to severe. അപ്പോൾ കൃത്യമായ എയർ ക്വാളിറ്റി പരിശോധിച്ച് അതിനെ 6 കാറ്റഗറീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു സ്കീമായിരുന്നു അല്ലെങ്കിൽ സ്കീമാണ് ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് വിത്ത് ദ ഐഡിയ ഓഫ് മേക്കിംഗ് എയർ ക്വാളിറ്റി ലെവൽസ് മോർ അണ്ടർസ്റ്റാൻഡബിൾ ടു ദ ജനറൽ പബ്ലിക് ദാറ്റ് ദി AQI വാസ് ഫോർമുലേറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് മുമ്പ് വന്ന NAAQS എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോർ ടെക്നിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് എയർ ക്വാളിറ്റി ലെവൽ സാധാരണ കോമൺ മെൻ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് AQI ജനറലി അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ AQIയുടെ ഒരു മേജർ ഐഡിയ എന്ന് പറയുന്നത് 1 നമ്പർ 1 കളർ 1 ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവാനായിട്ട് നമ്മൾ ഇതിന് ശേഷം ഒരു ടേബിൾ കാണും. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഇതിന് ഡിഫറെൻറ്റ് റേഞ്ച് അല്ലെങ്കിൽ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മളത് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 to 50, 51 to 100 അങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ 1 നമ്പർ അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്ന ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഓരോ റേഞ്ചിനും അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഈ പറയുന്നത് 0 to 50, 51 to 100 ഇങ്ങനെ ഇൻഡെക്സ് നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ 6 കാറ്റഗറീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഗുഡ് ടു സിവിയർ. അങ്ങനെ ആ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഇതിനെ ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ കളേഴ്സും ഉണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് വരും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 6 കാറ്റഗറീസ് ആണ് ഈ പറയുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സിലുള്ളതെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്ത് ആ കാറ്റഗറീസ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. Good, satisfactory, moderately polluted, poor, very poor and severe. So these are the 6 different categories, and one of the important points that you have to learn under this AQI is the various pollutants that are under consideration of AQI. AQIൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ AQI ഏതൊക്കെ പൊല്യൂട്ടൻസിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്തിട്ടാണ് എയർ ക്വാളിറ്റി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ലെവൽസിനെ കുറിച്ച് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ 6 കാറ്റഗറീസ് പറഞ്ഞു. ഇനി AQI കൺസിഡർ ചെയ്യുന്ന പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്? 8 പൊല്യൂട്ടൻസ് ആണ് AQI മേജറായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ 8 പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർട്ടിക്കുലേറ്റ് മാറ്റർ 10ഉം പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5ഉം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ വി ഹാവ് NO2, ദെൻ SO2, CO, NH3 ആൻഡ് PB. അപ്പോൾ ഇത്രയുമാണ് 8 പൊല്യൂട്ടൻസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മളുണ്ടെന്ന് പറഞ്ഞു. ദെൻ വി ഹാവ് നൈട്രജൻ ഡയോക്സൈഡ്, ദെൻ സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ദെൻ വി ഹാവ് ഓസോൺ ഇതിനകത്ത് വരുന്നുണ്ട്, ദെൻ കാർബൺ മോണോക്സൈഡിൻ്റെ ഭാഗമാണ്, ദെൻ അമോണിയ, ലെഡ്, ഇങ്ങനെയുള്ള 8 പൊല്യൂട്ടൻസ് ആണ് AQIയുടെ അണ്ടറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുകയാണ്, വിച്ച് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ നമ്പേഴ്സ് 0 to 50, 51 to 100 അങ്ങനെ 401 to 500 വരെ അങ്ങനെ ഒരു സ്കെയിൽ പോലെ ഇൻഡെക്സ് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഈ ഓരോ ഇൻഡെക്സിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓൾസോ അതിന് ആക്യുറേറ്റ് ആയില്ലെങ്കിൽ അതിനോട് യോജിച്ച് നിൽക്കുന്ന ചില കളേഴ്സും നമുക്ക് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളോട് അങ്ങനെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഈ നമ്പേഴ്സൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇൻഡെക്സ് തന്നിട്ട്
അതിനെ അസോസിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയാൽ 0 to 50 ഗുഡ് ആണ്, ഡീപ്പ് ഗ്രീൻ കളർ. 51 to 100 സാറ്റിസ്ഫാക്ടറി, ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് വിത്ത് ദ കളർ ലൈറ്റ് ഗ്രീൻ. Then 101 to 200 moderate yellow, 201 to 300 poor orange, 301 to 400 very poor red, and 401 to 500 severe maroon. അപ്പോൾ ഈ കളേഴ്സ്, ഈ കാറ്റഗറി, ഇൻഡെക്സ്, ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് 1-2 നോക്കാം ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്നുള്ളത്. സോ ഇത് ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻക്ലൂഡഡ് വൈൽ എസ്റ്റിമേറ്റിംഗ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, ദെൻ ഡൈ നൈട്രജൻ ട്രയോക്സൈഡ് ഉണ്ട്, ദെൻ വി ഹാവ് ഡൈ നൈട്രജൻ പെൻഡോക്സൈഡ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും എയർ ക്വാളിറ്റി ഇൻഡെക്സ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് അവർ കണക്കിലെടുക്കുന്ന പൊല്യൂട്ടൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ? ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ, നൈട്രജൻ ഡയോക്സൈഡ്. നമ്മൾ ആ ലിസ്റ്റ് ഓൾറെഡി പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആ 8 പൊല്യൂട്ടൻസ് പഠിക്കണം. 8 പൊല്യൂട്ടൻസിൻ്റെ പേരുകൾ കൃത്യമായി പഠിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് നൈട്രജൻ dioxide. One more question from December 2020 and June 2021 merge cycles. So ഇവിടെ നിങ്ങൾക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 1 എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്, ലിസ്റ്റ് 2 അതിൻ്റെ കളർ കോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 to 50, then you have 101 to 200, 201 to 300, 301 to 400, അത്രയാണ് കൊടുത്തിരിക്കുന്നത്. കളർ കോഡ്സിൽ യു ഹാവ് യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് ഓറഞ്ച്. അപ്പോൾ നമുക്ക് നോക്കാം 0 to 50 എന്ന് പറയുമ്പോൾ ഏതാ കളറ്? ഡീപ്പ് ഗ്രീൻ ആണ് കളർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് ഡീപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു കളർ നമുക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തില്ല, പക്ഷേ ഗ്രീൻ ഉണ്ട്. സോ വി ക്യാൻ ഗോ വിത്ത് ദാറ്റ്. സോ A3 ആണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ A3 എന്ന് പറയുമ്പോൾ തന്നെ 2 ഓപ്ഷൻസ് നമ്മളുടെ പരിഗണനയിൽ വരും അല്ലേ, എയും ബിയും. എയ്ക്കകത്തും ബിക്കകത്തും A3 തന്നെയാണ്. അപ്പോൾ CD അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അത് രണ്ടും എന്തായാലും ആൻസർ ആയിട്ട് വരില്ല. ഇനി 101 to 200, 101 to 200 എന്ന് പറയുമ്പോൾ ഏതാ? മോഡറേറ്റ് യെല്ലോ ആണ് കളർ, റൈറ്റ്? സോ BS1. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയിലും ബിയിലും A3, B1 സിമിലർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ 201 to 300, 201 to 300 പുവർ ആണ്, ഓറഞ്ച് ആണ് കളർ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 201 to 300 ഓറഞ്ച് വേണം, ദാറ്റ് ഇസ് C4. അപ്പോൾ തന്നെ ആൻസർ കിട്ടി, ബി ആണ് റൈറ്റ് ആൻസർ അല്ലേ, C4 എന്ന് പറയുന്നത്. C2 ആണ് എയിൽ വരുന്നത്, ബിയിൽ ദാറ്റ് ഇസ് C4. സോ യു ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ബി ഇറ്റ് സെൽഫ്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. 301 to 400, 301 to 400 എന്ന് പറയുന്നത് വെരി പുവർ ആണ്, റെഡ് കളർ ആണ് അപ്രോപ്രിയേറ്റ്ലി എടുക്കേണ്ടത്. സോ ഡി ഓപ്ഷൻ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2 in list 1, അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യും. ഇൻ ദാറ്റ് റെസ്പെക്ട് A3, B1, C4, D2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വേണ്ടത്. സോ റൈറ്റ് ആൻസർ ഇസ് ഒബ്വിയസ്ലി ഓപ്ഷൻ ബി. സോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. Now we are moving to the next area, that is National Disaster Management Authority, India. So നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാരത്തൺ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ, ഈ എൻവയൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹസാർഡ്സ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് എൻവയൺമെൻറ്റൽ ആയിട്ടുള്ള ഹസാർഡ്സ്, ഡിസാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വിവിധ രീതി എർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നമുക്ക് കാണാം. ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്താണ്. പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മുടെ കൺട്രിയുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇന്ത്യ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ അതോറിറ്റി, അല്ലെങ്കിൽ ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്, ഹൂ ഈസ് ഹെഡിങ് ദിസ് പെർട്ടിക്കുലർ അതോറിറ്റി, ഏത് വർഷം ഇത് നിലവിൽ വരുന്നു, ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെയാണ് മേജറായിട്ട് നമ്മളിവിടെ നോക്കേണ്ടത്. സോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇന്ത്യ അല്ലെങ്കിൽ NDMA എന്നുള്ളൊരു അബ്രിവിയേഷനിലാണ് ഇത് നമുക്ക് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ബോഡി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് എ മാൻഡേറ്റ് ടു ലേ ഡൗൺ പോളിസീസ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ ഒരു അപ്പെക്സ് ബോഡി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അപ്പെക്സ് ബോഡിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റിയാണ് NDMA അഥവാ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അതോറിറ്റി ഇസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദിസ് ഇസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്. ഹോം അഫെയർസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പെർട്ടിക്കുലർ അതോറിറ്റി വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻഡ് ഈ NDMA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ആക്ട് മുഖേനയാണ്. ആൻഡ് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ് ത്രൂ ദി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വിച്ച് വാസ് enacted by the government of India on 23rd December 2005. 23rd December 2005 ലാണ്
ഇങ്ങനെ ഒരു ആക്ട് മുഖേന NDMA എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. ഇനിയും ഈ NDMA തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനണ്ടറിൽ 5 പ്രധാനപ്പെട്ട ഡിവിഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 5 മേഖലകളിലാണ് ഈ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? പോളിസി ആൻഡ് പ്ലാൻസ്, മിറ്റിഗേഷൻ, ഓപ്പറേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഏരിയാസ്. സോ വി ഹാവ് പോളിസി ആൻഡ് പ്ലാനിംഗ് ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്, ഓപ്പറേഷൻസ് ആൻഡ് communications, and information and technology, administration and finance. So these are the 5 different divisions in the NDMA. So basic ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രം അറിഞ്ഞാൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മേജർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. NDMA സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇന്ത്യ. ആൻഡ് ഇത് നമ്മുടെ രാജ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന അതോറിറ്റിയാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. And it was enacted, or it was established through the Disaster Management Act, and that act was enacted by the Government of India on 23rd December 2005. And also we came across the major divisions of NDMA as well. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.
question December 2021 and June 2022 merge cycle ചോദിച്ചതാണ്. So National Disaster Management Authority NDMA works under the aegis of, and we have the options: Ministry of Earth Science, Ministry of Home Affairs, Ministry of Environmental, Forest and Climatic Change, Department of Space, Indian Space Research Organization. So these are the 4 different options. Very direct question. NDMA endinte underlana varunna, it comes under the aegis of Ministry of Home Affairs. So that is option B. So obviously the right answer is option B itself. Moving to another question, December 2020 and June 2021 merge cycle ചോദിച്ചതാ. Who is the executive head of the National Disaster Management Authority NDMA? And we have the options: President of India, Prime Minister of India, Chief of the Army Staff, a member of parliament appointed by the president. So who is the executive head of the National Disaster Management Authority? That is Prime Minister of India, and the right answer is option B. So നമ്മൾ 2 areas ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. AQI നമ്മൾ ഡിസ്കസ് ചെയ്തു, then we discussed about NDMA. Okay, now we are moving to the third topic that we are going to discuss in this session, that is point and non-point sources. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ പൊല്യൂഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാരത്തൺ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നു. സോ പൊല്യൂഷൻ എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, അല്ലെ? എയർ പൊല്യൂഷൻ അതിൻ്റെ ഭാഗമായിട്ട് വരാം. AQI ആക്ച്വലി നിങ്ങൾക്ക് എയർ പൊല്യൂഷൻ്റെ അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, വി ഹാവ് സോയിൽ അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്. നോയ്സ് പൊല്യൂഷൻ, അതൊക്കെ നമ്മൾ നോയ്സ് പൊല്യൂഷൻ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ കഴിഞ്ഞ മാരത്തോണിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ വാട്ടർ പൊല്യൂഷനിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം? വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് നന്നായിരിക്കും. വാട്ടർ ബോൺ ഡിസീസസ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്, ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വി ഹാവ് ഡിഫറെൻറ്റ് ഐഡിയാസ്. ഇപ്പോൾ BOD അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ, യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കലി പഠിക്കുന്നത് നന്നായിരിക്കും. യൂട്രോഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ബോഡീസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ട്രോഫിക് സ്റ്റേറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള ഏരിയാസാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഈ പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസിനെ കുറിച്ചാണ് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വി ക്യാൻ അസോസിയേറ്റ് ഡിഫറെൻറ്റ് സോഴ്സസ് ടു, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആവുന്നുണ്ടെങ്കിൽ ആ വാട്ടർ ബോഡീസിലേക്ക് പൊല്യൂട്ടൻസ് എത്തുന്ന വിവിധ മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ സോഴ്സസ് അല്ലെങ്കിൽ മീൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? ഇപ്പോൾ ഫാക്ടറീസൊക്കെ, അവിടെ നിന്നുള്ള ഫാക്ടറീസിൽ നിന്നൊക്കെ ചില പൈപ്സിൽ നിന്നൊക്കെ വരുന്ന വെള്ളം, അല്ലേ? വെള്ളം ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്ക് വരാറുണ്ട്. അതാണ് യൂഷ്വലി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയത്. ഓക്കെ, ഫാക്ടറിയിൽ നിന്ന് വെള്ളം എന്താ പറയുക, ഈ വേസ്റ്റ് വാട്ടറൊക്കെ നമ്മുടെ പുഴകളിലേക്കും നദികളിലേക്കും വരുന്നു. അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാട്ടർ പൊല്യൂഷൻ സോഴ്സ് ആണ്. ഇതുപോലെ തന്നെ വേറെയും സോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ റൺ ഓഫ് എന്ന് പറയും, അതായത് മഴയൊക്കെ പെയ്തതിന് ശേഷം മഴ പെയ്തിട്ട് ആ മഴവെള്ളം പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ, കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് ഈ റൺ ഓഫ് എന്ത് ചെയ്യുന്നത്, ഈ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ വാട്ടർ ബോഡിയിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ വെള്ളം ഈ റൺ ഓഫ് ഇങ്ങനെ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള പൊല്യൂട്ടൻസിനെ എന്ത് ചെയ്യും, ഈ വെള്ളം അല്ലെങ്കിൽ റൺ ഓഫ് അതിൻ്റെ കൂടെ എടുത്തിട്ടാണ് ഈ വാട്ടർ ബോഡീസിലേക്ക് വരിക. അതും എന്താണ്, ഒരു പൊല്യൂഷൻ്റെ സോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഈ വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സസ് പലതാണ്. അപ്പോൾ ഈ സോഴ്സസിൻ്റെ പ്രത്യേകത ബേസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ പൊല്യൂഷനെ രണ്ടായിട്ട് തിരിക്കാം. പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ ഉണ്ട്, നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് സ്പെസിഫിക്കലി നമ്മളിവിടെ ഐഡൻറ്റിഫൈ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ഒരു വിധം നിങ്ങൾക്ക് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു കാണും. കാരണം ആ ഒരു ടേം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. സോ പോയിന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? Point sources releases or they release pollutants from discrete conveyances such as a discharge pipe and are regulated by federal and state agencies. The main point source discharges are factories and sewage treatment plants. ഇവിടെ എന്താ പോയിന്റ് സോഴ്സ് എന്നാണ് പറഞ്ഞത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം എവിടെ നിന്നാണ് ഈ പൊല്യൂട്ടൻറ്റ് വരുന്നത്. ദേ ആർ ഡിസ്ക്രീറ്റ് കൺവെയൻസസ്. ഇപ്പോൾ ഒരു പൈപ്പ്, ഇപ്പോൾ നമ്മൾ ഒരു വാട്ടർ ബോഡിയിലേക്ക് ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ, ഓക്കെ, ഈ നദിയിലേക്ക് അല്ലെങ്കിൽ ഈ വാട്ടർ ബോഡിയിലേക്ക്
പൊല്യൂട്ടൻ്റ് വരുന്ന സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫ്രം ദാറ്റ് ഫാക്ടറി. അവിടെ നിന്ന് ഒരു പൈപ്പിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ഇതിലേക്ക് വരുന്നു. അതിനകത്തുള്ള പൊല്യൂട്ടൻസ് ഈ വാട്ടർ ബോഡിനെ പൊല്യൂട്ടഡ് ആക്കുന്നു. അപ്പോൾ ദാറ്റ് ഇസ് പോയിന്റ് സോഴ്സ്. നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഈ പൊല്യൂട്ടൻ്റ് എവിടെ നിന്ന് വന്നു എന്ന് പറയാനായിട്ട് സാധിക്കാതെ വരാം. അതിനെയാണ് നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഫ്രം എ ലാർജ് ഏരിയ റാദർ ദാൻ ഫ്രം സ്പെസിഫിക് ഐഡന്റിഫയബിൾ സോഴ്സസ് സച്ച് ആസ് ഡിസ്ചാർജ് പൈപ്പ്. സോ ഇതിനകത്ത് നമ്മൾ പറയുന്ന പോയിന്റ് എന്താ, ഒരു സ്പെസിഫിക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പൈപ്പിൽ നിന്നും ഒരു ഡിസ്ചാർജ് പൈപ്പ് എന്ന് പറയുന്ന ഒരു സോഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ ഈ പറയുന്ന വാട്ടർ ബോഡിയിലേക്ക് പലപ്പോഴും വാട്ടർ പൊല്യൂട്ടൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ, റൺ ഓഫ് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. അതായത് ഈ മഴയൊക്കെ പെയ്തിട്ട് ഈ മഴവെള്ളമെല്ലാം ഈ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വാട്ടർ ബോഡിയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വാട്ടർ ബോഡിയിലേക്ക് റൺ ഓഫിലൂടെ എത്തുന്ന പൊല്യൂട്ടൻ്റ് കൃത്യമായിട്ട് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനാണ് നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറയാം. സോ റൺ ഓഫ് ഇസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് നോൺ പോയിന്റ് സോഴ്സ് പൊല്യൂഷൻ as water is emptied into streams or rivers after accumulating contaminants from sources like gardens, parking lots or construction sites. So these runoff is traveling through various areas. ഇപ്പോൾ large area കവർ ചെയ്തിട്ടാണ് വാട്ടർ ബോഡീസിലേക്ക് വരുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെയുള്ള പൊല്യൂട്ടൻസ് ഈ റൺ ഓഫിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇനി ഈ പറയുന്ന വെള്ളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇന്ന പൊല്യൂട്ടൻ്റ് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റൺ ഓഫ് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ പറയുന്നത്, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസിയർ ടു മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് വാട്ടർ പൊല്യൂഷൻ കോസ്ഡ് ബൈ നോൺ പോയിന്റ് സോഴ്സസ് ദാൻ point sources. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇറ്റ് ഇസ് റിലേറ്റീവ്ലി ഈസിയർ ടു മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് വാട്ടർ പൊല്യൂഷൻ കോസ്ഡ് ബൈ നോൺ പോയിന്റ് സോഴ്സസ് ദാൻ പോയിന്റ് സോഴ്സസ്. പറഞ്ഞിരിക്കുന്നത് എന്താ, നോൺ പോയിന്റ് സോഴ്സസിൽ നിന്നുണ്ടാവുന്ന വാട്ടർ പൊല്യൂഷനാണ് പോയിന്റ് സോഴ്സസിനെക്കാളും കുറച്ചുകൂടെ നമുക്ക് അത് മനസ്സിലാക്കാനും അത് മോണിറ്റർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ അത് തടയണമെങ്കിൽ തടയാനൊക്കെ എളുപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. കാരണം എന്താ, പോയിന്റ് സോഴ്സസ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നിന്നാണ് ഈ പൊല്യൂട്ടൻ്റ് ഈ വെള്ളത്തിലേക്ക് വരുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സോഴ്സിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് റെഗുലേറ്റ് ചെയ്താൽ കാര്യം ഓക്കെയാണ്. പക്ഷെ നോൺ പോയിന്റ് സോഴ്സിൻ്റെ പ്രശ്നം എന്താ, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ട് നമ്മളിത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, നോൺ പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ മേ ബി ഫെയർലി യൂണിഫോം ആൻഡ് പ്രിഡിക്റ്റബിൾ ത്രൂ ഔട്ട് ദി ഇയർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, നോൺ പോയിന്റ് സോഴ്സസിൽ നിന്നുണ്ടാകുന്ന വാട്ടർ പൊല്യൂഷൻ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ, എവിടുന്ന്, ഏതുപോലെ, എത്ര എമൗണ്ട്, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏകദേശം ഒരു വർഷം മുഴുവൻ യൂണിഫോം അല്ലെങ്കിൽ ഫെയർലി യൂണിഫോം ആയിട്ടാണ് സംഭവിക്കുന്നതെന്ന്, ഒരുപോലെയൊക്കെ സംഭവിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? എഗെയിൻ അതും തെറ്റാണ്. കാരണം നോൺ പോയിന്റ് സോഴ്സ് ആകുമ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ സോഴ്സ് എവിടെ നിന്നാണെന്ന് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ വരും, ഏതുപോലെയാണ്, അല്ലെങ്കിൽ അത് യൂണിഫോം ആയിട്ടാണ് അത് ആ പൊല്യൂഷൻ നടക്കുന്നത്, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ആ രീതിയിൽ നോക്കുമ്പോൾ തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ false. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോയിന്റ് നോൺ പോയിന്റ് സോഴ്സസിനെ കുറിച്ച് ബേസിക് ആയിട്ട് വരുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ഓൾസോ ഇഫ് യു ക്യാൻ ജസ്റ്റ് കളക്ട് സം എക്സാമ്പിൾസ്, പോയിന്റ് സോഴ്സിനും നോൺ പോയിന്റ് സോഴ്സിനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് കൂടെ പഠിച്ചാൽ നന്നായിരിക്കും. പക്ഷേ അത് കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾക്ക് ഈ പോയിന്റ് എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ തിങ്സ് ആർ ഫൈൻ വിത്ത് those kinds of questions as well. So here is another question from December 2020 and June 2021 Burns cycles. Question and the point sources of water pollution are, and we have the options: underground coal mines, runoff from farm fields, sewage treatment plants, then runoff from roads and construction sites, പവർ പ്ലാന്റ്സ്. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൺ ഓഫ് എന്നുള്ള ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ആ ഒരു ടേം അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാം. കാരണം പോയിന്റ് സോഴ്സസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പോയിന്റ് സോഴ്സിൽ എന്തായാലും റൺ ഓഫ് വരത്തില്ല. റൺ ഓഫ് എന്താ, നോൺ പോയിന്റ് സോഴ്സ്. അപ്പോൾ ബിയും ഡിയും നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാലും ഇതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് വരാം. ഓഫ് കോഴ്സ് ഏതൊക്കെ വരും? എ, അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, പവർ പ്ലാന്റ്സ്. ഇതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സോഴ്സസ് ആണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് എ, സി ആൻഡ് ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. എ, സി, ഇ only is option B. So the right answer is option B itself. സോ നമ്മൾ അങ്ങനെ ഒരു ഏരിയ, പോയിന്റ് നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിനു മുമ്പ് NDMA നമ്മൾ ഡിസ്കസ് ചെയ്തു, AQI നമ്മൾ പഠിച്ചു.
Now we are moving to the next topic, that is chemical risk assessment. അപ്പോൾ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം ഈ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഈ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ് പ്രസക്തി വരുന്നത്? Government agencies charged with protecting public and worker health are required to review, quantify, and ultimately regulate chemicals, physical agents, and pharmaceuticals in a manner that will protect and enhance the public health and the environment. അതായത് പൊതുവായിട്ട് പബ്ലിക് ഹെൽത്ത് അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഹെൽത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ് ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള കെമിക്കൽസ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ ഫിസിക്കൽ ഏജൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ദി ഹാവ് ടു റിവ്യൂ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള കെമിക്കൽസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഉടനടി അതിൻ്റെ നടപടിയെടുത്ത് അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗവൺമെൻറ് ഏജൻസീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിവ്യൂ, ക്വാണ്ടിഫൈ, റെഗുലേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, കെമിക്കൽസ് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇതുകൊണ്ട് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ പബ്ലിക് ഹെൽത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ഏജൻസീസ് കൃത്യമായി റിവ്യൂ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു റെഗുലേറ്ററി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിനണ്ടറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അസസിങ് ദ റിസ്ക് ടു ഹ്യൂമൻ ഹെൽത്ത് ഫ്രം കെമിക്കൽ എക്സ്പോഷേഴ്സ്. അതായത് കെമിക്കൽ എക്സ്പോഷേഴ്സിലൂടെ ഉണ്ടാവുന്ന ഹ്യൂമൻ ഹെൽത്ത് റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററി റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈ റിസ്ക് അസസ്മെൻറ്റ്, അതായത് കെമിക്കൽസ് ത്രൂ നമുക്കുണ്ടാവുന്ന ഹെൽത്ത് ഹസാർഡ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക് അസസ്മെൻറ്റിന് മേജറായിട്ട് 4 സ്റ്റെപ്സ് ആണുള്ളത്. ആ 4 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഡോസ് റെസ്പോൺസ് അസസ്മെൻറ്റ്, എക്സ്പോഷർ അസസ്മെൻറ്റ്, റിസ്ക് ക്യാരക്ടറൈസേഷൻ. 2 പ്രധാനപ്പെട്ട പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഈ സ്റ്റെപ്സിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഓർഡറിലാണ് ഇത് സംഭവിക്കുന്നത്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഡോസ് റെസ്പോൺസ്, എക്സ്പോഷർ, റിസ്ക്, ആ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ സ്റ്റെപ്പും എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, അതും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ 2 പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾ ഈ കാര്യത്തെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓരോ സ്റ്റെപ്സ് എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് ഈ ഓരോ സ്റ്റെപ്സിൽ എന്താ നടക്കുന്നത് നോക്കാം. ആൻഡ് ദെൻ വിൽ ബി ജസ്റ്റ് ഫോക്കസിങ് ഓൺ എ ഫ്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് വർ ആസ്ക്ഡ് ഫ്രം ദിസ് ഏരിയ ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ്. സോ സ്റ്റെപ്പ് 1 എന്താ? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ആദ്യം എന്താണ്, നമ്മൾ ഇങ്ങനെയുള്ളൊരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ അത് പ്രശ്നക്കാരനാണോ എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്താ? ഇറ്റ് എൻറ്റെയിൽസ് ഐഡൻറ്റിഫൈങ് ദ കണ്ടാമിനൻസ് ദാറ്റ് ആർ സസ്പെക്റ്റഡ് ടു പോസ് ഹെൽത്ത് ഹസാർഡ്സ്, quantifying the concentrations at which they are present in the environment, describing the specific forms of toxicity that the contaminants of concern can cause, and evaluating the conditions under which these forms of toxicity might be expressed in exposed humans. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? അതായത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കണ്ടാമിനൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതാണ് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനോട് കൂടെ എന്താ, അത് എത്രമാത്രം കോൺസെൻട്രേഷനിൽ അറ്റ്മോസ്ഫിയറിലുണ്ട്, പിന്നെ ഇത് എന്ത് തരത്തിലുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, എന്തിപ്പം നമ്മൾ കാർസിനോജൻ, ഇപ്പം ക്യാൻസർ കോസിങ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ ടോക്സിസിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും വശം, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ ഇത് ഹ്യൂമൻ ഹെൽത്തിൽ ഉണ്ടാക്കുന്നത്, എന്ത് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കണ്ടാമിനൻ്റ് ആണിത്, ആ രീതിയിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടക്കുക. അങ്ങനെ ആ രീതിയിൽ ഹ്യൂമൻ ഹെൽത്തിനെ മോശമായി ബാധിക്കുന്ന കെമിക്കൽസിനെ അല്ലെങ്കിൽ കണ്ടാമിനൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ്. അതിനാണ് നമ്മൾ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 എന്താ? ഡോസ് റെസ്പോൺസ് അസസ്മെൻറ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് എൻറ്റെയിൽസ് ഫർദർ ഇവാലുവേറ്റിംഗ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ടോക്സിക് പ്രോപ്പർട്ടീസ് ഓഫ് എ കെമിക്കൽ മൈറ്റ് ബി മാനിഫെസ്റ്റഡ് ഇൻ എക്സ്പോസ്ഡ് പീപ്പിൾ, with particular emphasis on the quantitative relation between the dose and the toxic response. The development of this relationship may involve the use of mathematical models. This step may include an assessment of variations in response as well. So, നമ്മൾ ആദ്യം എന്താ ഇത് ഐഡൻറ്റിഫൈ കെമിക്കൽ ഇത് പ്രശ്നക്കാരനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യൽ. രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ, അതായത് എത്ര ഡോസ് ഈ പറയുന്ന ഇതൊരു പ്രശ്നമുള്ള ഒരു കെമിക്കലാണ് അല്ലെങ്കിൽ കണ്ടാമിനൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര അളവിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെന്നാലാണ് ഇത് പ്രോബ്ലം ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഏജ് റിലേറ്റഡ് ആയിട്ട് വേരിയേഷൻസ് ഉണ്ടോ? ഇപ്പോൾ യങ്സ്റ്റേഴ്സിനേക്കാളും ഓൾഡർ ഏജിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേരിയേഷൻസ് അതിൻ്റെ ഡോസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഡോസ് ചെന്നാലാണ് പ്രോബ്ലം ആവുന്നത്, അപ്പോൾ ആ ഡോസിൽ നിന്ന് എന്ത് റിയാക്ഷനാണ് റെസ്പോൺസാണ് ആളുകളിൽ ഉണ്ടാവുന്നത്,
ആൻഡ് ഓൾസോ ഈ റെസ്പോൺസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ. അപ്പം അങ്ങനെ ഡോസ് റെസ്പോൺസ് അസസ്മെന്റ് ആണ് രണ്ടാമത്തെ തലം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? എക്സ്പോഷർ അസസ്മെന്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് സ്പെസിഫൈങ് ദി പോപ്പുലേഷൻ ദാറ്റ് മൈറ്റ് ബി എക്സ്പോസ്ഡ് ടു ദി ഏജന്റ് ഓഫ് കൺസേൺ, ഐഡന്റിഫൈ ദി റൂട്ട്സ് ത്രൂ വിച്ച് എക്സ്പോഷർ ക്യാൻ അക്കർ ആൻഡ് എസ്റ്റിമേറ്റിംഗ് ദി മാഗ്നിറ്റ്യൂഡ്, ഡ്യൂറേഷൻ ആൻഡ് ടൈമിംഗ് ഓഫ് ദി ഡോസസ് ദാറ്റ് പീപ്പിൾ മൈറ്റ് റിസീവ് ആസ് എ റിസൾട്ട് ഓഫ് ദിയർ എക്സ്പോഷർ. അപ്പോൾ ഇവിടെ എന്താ, എന്തുമാത്രം ആളുകളിലേക്കാണ് ഈ എക്സ്പോഷർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ എത്ര ആളുകളിലേക്കാണ് അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ എക്സ്പോഷർ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റിംഗ് the magnitude, duration and timing of the doses that people might receive as a result of their exposure. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പോഷറിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് എന്തുമാത്രം ഡോസ് അവരുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എക്സ്പോഷർ അസസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. Then step 4 or the final step is risk characterization. ഇവിടെ എന്താ സംഭവിക്കുന്നത്? It involves integrating information from the first 3 steps to develop a qualitative or quantitative estimate of the likelihood that any of the hazards associated with the agent of concern will be realized in exposed people. This is the step in which risk assessment results are expressed. Risk characterization should also include a full discussion of the uncertainties associated with the estimates of risk. അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റെപ്പ് ആക്ച്വലി ഒരു കൾമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത 3 സ്റ്റെപ്സും കൂടെ ബേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒരു എസ്റ്റിമേറ്റ്, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ്. അതായത് ഈ പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ അത് എത്ര പേരിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ, അല്ലെങ്കിൽ ഈ റിസ്ക് അസസ്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ക്യാരക്ടറൈസേഷനിൽ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് ചില കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തതക്കുറവുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഈ ഒരു റിസ്ക് ക്യാരക്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേജറായിട്ട് നമുക്ക് ഈ 4 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആൻഡ് ഓൾസോ ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഒക്കെ എന്താണ് ഇതിൻ്റെ, അല്ലെങ്കിൽ അതിനകത്തൊരു ഡിസ്ക്രിപ്ഷനും നമ്മൾ പറഞ്ഞു. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 പെർസ്പെക്റ്റീവിലുമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് ഡിസംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. ലിസ്റ്റ് 1 you have the risk assessment steps and list you have the methods. അപ്പോൾ ലിസ്റ്റ് 1 നോക്കിയാൽ hazard identification ഉണ്ട്, then we have dose response assessment, then exposure assessment, risk characterization അത് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 മെത്തേഡ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡിറ്റർമൈനിങ് ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ഹാസ് ബീൻ എക്സ്പോസ്ഡ് ടു ടോക്സിക്കൻസ്, എസ്റ്റിമേഷൻ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം, characterizing the relationship between the dose received and the adverse health effect, process of determining whether or not a particular chemical is linked to a particular health effect. ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ വസ്തു ഇത് കണ്ടാമിനൻ്റ് ആണോ, ആണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പറയുന്ന കണ്ടാമിനൻ്റ് കെമിക്കൽ കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ, അതാണ് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഏത് ഓപ്ഷൻ അസോസിയേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, process of determining whether or not a particular chemical is linked to a particular health effect. So A എന്ന് പറയുന്ന 4 ആണ്. സോ A 4 ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് CD ഓപ്ഷൻസ് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം, കാരണം Aയിലും Bയിലും മാത്രമാണ് A 4 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഡോസ് റെസ്പോൺസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആ ഒരു പെർട്ടിക്കുലർ ടേം തന്നെ ഇവിടെ ഈ ഓപ്ഷൻ 3 ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാരക്ടറൈസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the dose received and the adverse health effects. അവിടെ എന്താ സംഭവിക്കുന്നത്, എന്തുമാത്രം ഡോസാണ് അല്ലെങ്കിൽ എത്രമാത്രം ഡോസ് എന്നാലാണ് അതൊരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് ഇഫക്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ഒരു പഠനമാണ്. സോ B 3 ആണ്. സോ Aയിലും Bയിലും സെയിം ഓപ്ഷൻസ് തന്നെയാണ്. C, D ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഫൈനൽ കൺക്ലൂഷനിലേക്ക് റൈറ്റ് ആൻസർ എഴുതാന്നുള്ളത് എത്തേണ്ടത്. ഇനി നമുക്കുള്ളത് ഏതൊക്കെയാണ്? എക്സ്പോഷർ അസസ്മെൻറ്റും ഉണ്ട്, റിസ്ക് ക്യാരക്ടറൈസേഷനും ഉണ്ട്. അപ്പോൾ ഈ എക്സ്പോഷർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എത്രമാത്രം പോപ്പുലേഷനിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്പോഷർ അസസ്മെൻറ്റ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം? ഓപ്ഷൻ 1 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഡിറ്റർമൈനിങ് ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ഹാസ് ബീൻ എക്സ്പോസ്ഡ് ടു ടോക്സിക്കൻസ്, അതായത് എത്രമാത്രം ആളുകളിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ പറയുന്ന പോപ്പുലേഷനിലേക്ക് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. സോ C is 1. അപ്പോൾ തന്നെ ആൻസറായി B ആണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് റിസ്ക് ക്യാരക്ടറൈസേഷനും കൂടെ നോക്കാം. റിസ്ക് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എസ്റ്റിമേഷൻ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. ഈ പറഞ്ഞ വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുമ്പിലുള്ള സ്റ്റെപ്സ് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് we're actually estimating the magnitude of the public health problem. So the right answer is ഏതൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത്? A4, B3, C1, D2. That is option B അല്ലേ. അപ്പോൾ റൈറ്റ് ആൻസർ ഓഫ് കോഴ്സ് ഓപ്ഷൻ B തന്നെയാണ്. അപ്പോൾ ഈ ഒരു
ഈ പറഞ്ഞ റിസ്ക് അസസ്മെൻറ്റ് സ്റ്റെപ്സും അതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഐഡിയ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ്. So the December 2021 and June 2022 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, what is the correct order of risk assessment due to exposure of some chemicals to the humans? അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് സ്റ്റെപ്സിൻ്റെ കറക്റ്റ് ഓർഡർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? ഡോസ് റെസ്പോൺസ് അസസ്മെൻ്റ് ഉണ്ട്, എക്സ്പോഷർ അസസ്മെൻ്റ് ഉണ്ട്, റിസ്ക് ക്യാരക്ടറൈസേഷൻ, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു, നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്താണ്. ആദ്യം ഇതിനകത്ത് വരേണ്ടത് ഏതാണ്? ഫസ്റ്റ് ആയിട്ട് വരേണ്ട ആളാരാണ്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡി ആണ് സീക്വൻസിൽ ആദ്യമായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ തന്നെ AC ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാലോ. ഡി ഓപ്ഷൻസ് ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത വരേണ്ട ആളാരാ? ഡോസ് റെസ്പോൺസ് അസസ്മെൻ്റ് ആണ്. അപ്പം DA എന്ന് വരണം. സോ DA എന്ന് വരുമ്പോൾ തന്നെ ആൻസർ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. എന്നാലും ബാക്കിയുള്ളതുകൂടെ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ഡോസ് റെസ്പോൺസ് അസസ്മെൻറ്റിന് ശേഷം ഡോസ് റെസ്പോൺസ് അസസ്മെൻറ്റിന് ശേഷം എക്സ്പോഷർ അസസ്മെൻ്റ് ആണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ DAB ആൻഡ് ഫൈനലി C റിസ്ക് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ എന്താ ഓർഡർ? DABC ആണ് കറക്റ്റ് ഓർഡർ. DABC എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇറ്റ്സെൽഫ്. സോ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്, ദാറ്റ് ഇസ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സോഫാർ എന്തൊക്കെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത്? AQI നമ്മൾ പഠിച്ചു, NDMA നമ്മൾ കണ്ടു, പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസിനെ കുറിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. Then we discussed about chemical risk assessment. അങ്ങനെ ഒരു ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. Now we have came to the final topic of this session, that is types of waste and waste management. ഓൾറെഡി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ വേസ്റ്റ് ടൈപ്സ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ തന്നെ പല ടൈപ്സ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ലിസ്റ്റഡ് വേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റുകളെ പല രീതികളിൽ നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു 3 Rs എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അല്ലാതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹൈറാർക്കി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സോളിഡ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. On the other side we have waste water management അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ എന്താ? വേസ്റ്റ് വാട്ടർ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ഡിഫറെൻറ്റ് സ്റ്റേജസ്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതുപോലെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ പല രീതികളിൽ നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഈ ഒരു ഏരിയ വളരെ, അല്ലെങ്കിൽ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പം ലാൻഡ് ഫിൽ അല്ലെങ്കിൽ ഇൻസിനറേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് നമ്മൾ ഈ കമ്പോസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് കുറേ നമുക്ക് ഈ പറയുന്ന ടൈപ്സ് ഓഫ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അണ്ടറിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 1-2 വിഷയങ്ങളാണ് സ്പെസിഫിക്കലി നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. ബട്ട് ഐ ഹാവ് ജസ്റ്റ് ലിസ്റ്റഡ് ദ ഏരിയാസ്. നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ടൈപ്സ് ഓഫ് വേസ്റ്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഏരിയാസ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. സോ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ 1-2 കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. സോ ആദ്യം നമ്മൾ നോക്കുന്ന ഹസാർഡസ് വേസ്റ്റ് ടൈപ്സ് ആണ്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വേസ്റ്റ് ടൈപ്സിൻ്റെ ഒരു കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ പല രീതി, ഇപ്പം ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലിസ്റ്റഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ക്ലാസിഫിക്കേഷൻ. അങ്ങനെ പല രീതികളിൽ നമുക്ക് വേസ്റ്റുകളെ ഇങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ ഹസാർഡസ് വേസ്റ്റ് ടൈപ്സ് ആണ് നോക്കുന്നത്. എന്താണ് ഈ ഹസാർഡസ് വേസ്റ്റ് ടൈപ്സ് എന്നുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? വേസ്റ്റ് മൈറ്റ് ബി ക്ലാസിഫൈഡ് ആസ് ഹസാർഡസ് ഇഫ് ദേ ഷോ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കുന്ന ഒരു വേസ്റ്റിനെ നമ്മൾ ഹസാർഡസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു പെർട്ടിക്കുലർ വേസ്റ്റ് കാറ്റഗറിക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉള്ള വേസ്റ്റിനെയാണ് നമ്മൾ ഹസാർഡസ് വേസ്റ്റ് ടൈപ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് റിയാക്ടിവിറ്റി. ആദ്യത്തെ ഒരു ഫീച്ചർ എന്താ? റിയാക്ടിവിറ്റി. അപ്പോൾ റിയാക്ടിവിറ്റി ഉള്ള വേസ്റ്റ് ടൈപ്സിനെ നമുക്ക് ഹസാർഡസ് വേസ്റ്റിൻ്റെ ഒരു ടൈപ്പായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ എന്താ? കെമിക്കൽ റിയാക്ഷൻ, ചില പ്രത്യേക കണ്ടീഷൻസിൽ കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്ന വേസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റിയാക്ടിവിറ്റി ഉള്ള അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഹസാർഡസ് വേസ്റ്റിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം.
So this can trigger explosions or give off different gases, fumes or vapors. The activity happens when the substance is mixed with H2O or compressed. അപ്പോൾ ഇതിന് പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോബ്ലം എന്താ, കെമിക്കൽ റിയാക്ഷൻസ്, എന്തെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് H2O വാട്ടറായിട്ട് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫോമിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും അതിലൂടെ എന്തെങ്കിലും എക്സ്പ്ലോഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചില ഡിഫറെൻറ്റ് ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്യുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, റിയാക്ടിവിറ്റി, കെമിക്കൽ റിയാക്ഷൻസിനുള്ള സാധ്യത. രണ്ടെന്താ, കൊറോസിവിറ്റിയാണ്. കൊറോസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കൊറോസീവ് വേസ്റ്റ് ആർ വേരിയസ് മെറ്റീരിയൽസ് ലൈക്ക് സോളിഡ്സ് ദാറ്റ് are either acids or bases or make acidic or alkaline solutions. A corrosive waste is one with a pH level at or under 2.0 or at or above 12.5. Liquid waste can also be corrosive in the case it's able to corrode various metal containers like drums, storage tanks and ബാലൻസ്. ഇപ്പോൾ കൊറോസിവിറ്റി എന്താ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൊറോസീവ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആസിഡ് ഓർ ബേസസ് അല്ലെങ്കിൽ അസിഡിക് or ആൽക്കലൈൻ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സോളിഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റ് ടൈപ്സിനെയൊക്കെയാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതിൻ്റെ pH ലെവൽ എന്താ, ഒന്നെങ്കിൽ at or under 2.0 അല്ലെങ്കിൽ at or above 12.5. ഇതിന് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന pH ലെവലുള്ള വേസ്റ്റ് ടൈപ്സിനാണ് നമ്മൾ കൊറോസീവ് വേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ലിക്വിഡ് വേസ്റ്റിലും ഇങ്ങനെ കൊറോസീവ് ആവാം. നമ്മളിങ്ങനെ ചില ഈ പറയുന്ന പാത്രങ്ങളിലോ അല്ലെങ്കിൽ ബാരൽസിലോ ഒക്കെ വന്ന് അത് ഭയങ്കരമായിട്ട് കൊറോഡ് ചെയ്ത് അതിങ്ങനെ തുരുമ്പൊക്കെ അടിച്ചു പോകുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് കൊറോസിവിറ്റി. ഇനി അടുത്ത എന്താ, ഇഗ്നൈറ്റബിലിറ്റി. ഇഗ്നൈറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, തീ കത്തുക എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഇഗ്നൈറ്റബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുള്ള വേസ്റ്റുകളെയും നമ്മൾ ഹസാർഡസ് വേസ്റ്റിൻ്റെ ടൈപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദീസ് വേസ്റ്റ് ക്യാൻ സ്പാർക്ക് ഫയർസ്, ഹാവ് എ ഫ്ലാഷ് പോയിന്റ് അണ്ടർ 60 degrees Celsius or 140 degrees Fahrenheit or blow up, that means spontaneous കമ്പഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് തീ കത്തുന്ന അല്ലെങ്കിൽ കത്തിപ്പോവാൻ അല്ലെങ്കിൽ കത്താനായിട്ട് സാധ്യതയുള്ള വേസ്റ്റുകളുണ്ട്, അതും ഹസാർഡസ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫ്ലാഷ് പോയിന്റ് അത് തീ കത്താനായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഓർത്തിരിക്കുക കേട്ടോ. സോ ഫ്ലാഷ് പോയിന്റ് അണ്ടർ 60 degrees Celsius or 140 degrees Fahrenheit. അടുത്ത എന്താ, ടോക്സിസിറ്റി ആണ്. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള, ടോക്സിക് വേസ്റ്റ് ഇസ് ഡേഞ്ചറസ് ഓർ ഡെഡ്ലി വെൻ ഇറ്റ്സ് അബ്സോർബ്ഡ് ഓർ indigested. This involves different substances including lead, mercury, then we have DDT, etc. The disposal of toxic waste can cause groundwater to become polluted as well. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ഇപ്പം നമ്മൾ അത് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഇൻഡൈജസ്റ്റഡ് ആയിട്ടൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ആക്ച്വലി കോസ് ഡേഞ്ചർ. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റുകളെയാണ് നമ്മൾ ടോക്സിക് വേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഈ 4 ഫീച്ചേഴ്സ് ഉള്ള വേസ്റ്റുകളെ വി കൺസിഡേർഡ് ഇറ്റ് ആസ് ഹസാർഡസ് വേസ്റ്റ് ടൈപ്പ്. സോ ഈ 4 ടേംസ് നിങ്ങൾ ഓർക്കുക, ക്രിയേറ്റിവിറ്റി, കൊറോസിവിറ്റി, ഇഗ്നൈറ്റബിലിറ്റി ആൻഡ് ടോക്സിസിറ്റി. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഡിസംബർ 2020 ആൻഡ് ജൂൺ 2021 മേഴ്സ് സൈക്കിളിൽ ചോദിച്ചതാണ്. To characterize hazardous waste, following characteristics are taken into account. We have various options given here. Then we have in the options we have conductivity, ignitability, corrosivity, magnetic susceptibility and reactivity. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, to characterize hazardous waste, following characteristics are taken into account. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വേസ്റ്റിനെ ഹസാർഡസ് വേസ്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ മുമ്പേ ഐഡൻറ്റിഫൈ ചെയ്തത്, ഇഗ്നൈറ്റബിലിറ്റി ഉണ്ട്, കൊറോസിവിറ്റി ഉണ്ട്, റിയാക്ടിവിറ്റി ഉണ്ട്. BCE ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. BC and D only is option B, so the right answer is option B itself. Another question, ഇത് ഡിസംബർ 2022 ചോദിച്ചതാണ്. Hazardous waste is liquid or solid that contains substances known to be, and we have the option fatal to humans or animals only at high doses, toxic, carcinogenic or mutagenic to humans, ignitable even at temperatures less than 60 degrees Celsius, non-reactive, corrosive. ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടേംസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ടോക്സിക്, ഇഗ്നൈറ്റബിൾ, കൊറോസീവ്, ആ 3 ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് BCE ഓപ്ഷൻസിനകത്ത് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് ഓപ്ഷൻസ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് അതിൻ്റെ കൂടെ തന്നെ ആ ഫ്രേസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടോക്സിക്, കാർസിനോജനിക് ഓർ മ്യൂട്ടജനിക് ടു ഹ്യൂമൻസ്, അതായത് മനുഷ്യർക്ക് ഇപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള അങ്ങനെയുള്ള വസ്തുക്കൾ, ടോക്സിക് ആയിട്ടുള്ള അങ്ങനെയുള്ള വസ്തുക്കൾ ഹസാർഡസ് വേസ്റ്റ് ആണ്. ഇഗ്നൈറ്റബിൾ നമ്മൾ ആ ടെമ്പറേച്ചർ ഓൾറെഡി പറഞ്ഞിരുന്നു, ടെമ്പറേച്ചർ ലെസ് ദാൻ
60°C. കൊറോസിവിറ്റി നമ്മളൊരു ഫീച്ചർ ആയിട്ട് പറഞ്ഞതാണ്. സോ ബി സി ഇ ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. ബി സി ആൻഡ് ഇ ഓൺലി ഈസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇറ്റ്സെൽഫ്. സോ ഇവിടെ നമ്മൾ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറീനെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉള്ള വേസ്റ്റുകളെയാണ് നമ്മൾ ഹസാർഡസ് വേസ്റ്റുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ഇത് ടൈപ്സ് ഓഫ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ്. ഇനി വേസ്റ്റ് മാനേജ്മെന്റ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തു. സോ വേസ്റ്റ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് 3 R's ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3 R's എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. എന്തൊക്കെയാ 3 R's? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. സോ ഇവിടെ എന്താ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ സോളിഡ് വേസ്റ്റ് കുറയ്ക്കാൻ ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അങ്ങനെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊന്ന്. പിന്നെന്താ? മാക്സിമം റീയൂസ് ചെയ്യാൻ സാധിക്കുന്ന വസ്തുക്കളാണെങ്കിൽ, ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഇനി ഉണ്ടെന്ന് തന്നെ വെച്ചു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? മാക്സിമം വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുക, റീയൂസ് ചെയ്യുക. പിന്നെന്താ? റീസൈക്കിൾ. ഇനി റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വസ്തു നമുക്ക് റീസൈക്കിൾ ചെയ്ത് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. സോ ദീസ് ആർ ദ 3 R's ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതിനോട് തന്നെ അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന വേറൊരു ഐഡിയ കൂടി ഇത് അസോസിയേറ്റ് ചെയ്ത് ഓർക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് നോക്കിപ്പോവാം. ദാറ്റ് ഈസ് വേസ്റ്റ് മാനേജ്മെന്റ് ഹയറാർക്കി. വേസ്റ്റ് മാനേജ്മെന്റ് ഹയറാർക്കിയിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്? 1 പ്രിവെന്റ്, 2 റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റിക്കവർ ആൻഡ് ഡിസ്പോസ്. ഇവിടെ എന്താ? നമ്മളൊരു വസ്തു ഒരു വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വസ്തു വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയേണ്ടതായിട്ട് വരുന്ന ഒരു വസ്തു ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ക്യാൻ വേസ്റ്റ് ബി അവോയ്ഡഡ്. അതായത് നമുക്കിത് എന്താ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് വേസ്റ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള ആ വസ്തു നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അതാണ് പ്രിവെൻറ്റ് എന്നുള്ളത്. ഇനി അതല്ല, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഉപയോഗിക്കേണ്ട തന്നെ ഒരു വസ്തുവാണ്, നമുക്കത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെയാണ് റെഡ്യൂസ് എന്ന് പറയുന്ന ആസ്പെക്ട് വരുന്നത്. റെഡ്യൂസ് എന്താ? ഓക്കെ, അപ്പം എന്തായാലും അത് ഉപയോഗിക്കാണ്ട് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ് ചെയ്തു ആ ഒരു പെർട്ടിക്കുലർ വസ്തുവിന് മാനുഫാക്ചറിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വസ്തു വേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്താൽ നല്ലത്. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാം. ഇനി പ്രിവെൻറ്റ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു വസ്തു ഉപയോഗിച്ചു, അത് വേസ്റ്റ് ആയിട്ട് കൊണ്ട് കളയുന്നതിന് പകരം അത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇനി പ്രിവെൻറ്റും ചെയ്യാൻ പറ്റില്ല, റെഡ്യൂസും ചെയ്യാൻ പറ്റില്ല, റീയൂസും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്യാം. റീസൈക്കിൾ ചെയ്തിട്ട് വി കൻ ക്രിയേറ്റ് എ ന്യൂ പ്രോഡക്റ്റ്. അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഇനി റിക്കവർ ആണ് അടുത്ത സ്റ്റേജ്. റിക്കവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് റീസൈക്കിൾ ചെയ്യാനായിട്ട് പ്രാക്ടിക്കൽ അല്ല അല്ലെങ്കിൽ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താ? ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമുക്ക് എന്താ വേറെ എന്തെങ്കിലും വസ്തു അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ എനർജിയോ മെറ്റീരിയൽസോ ഒക്കെ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതൊന്നും സാധിക്കാത്ത പക്ഷം മാത്രം, ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക്, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് അത് ഡിസ്പോസ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇതാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കി. പ്രിവെന്റ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റിക്കവർ ആൻഡ് ഡിസ്പോസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനോട് ആ 3 R'സിനോട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നത് കൊണ്ട് ഇതുകൂടി ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജൂൺ 2023 എക്സാമിൽ ചോദിച്ചതാണ്. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 3 R's used for the mitigation of solid waste are. We have the options recover, reduce, reuse, restrict, recycle. അപ്പോൾ ഇതിനകത്ത് ഈ സോളിഡ് വേസ്റ്റിൻ്റെ മിറ്റിഗേഷനുമായിട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 R'സിൽ ഏതൊക്കെയാണ് വരുന്നത്? വി ഹാവ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ അല്ലേ. നമ്മൾ ഈ സോളിഡ് വേസ്റ്റിൻ്റെ സ്പെസിഫിക്കലി 3 R'സും പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹൈറാർക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സ്പെസിഫിക്കലി 3 R's എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് റെഡ്യൂസ്, ദെൻ വി ഹാവ് റീയൂസ്, റീസൈക്കിൾ. BCE ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. BCE only is option C. So the right answer is option C itself. സോ ഈ വീഡിയോയിൽ നമ്മൾ പീപ്പിൾ, ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സെഷനാണ് പ്ലാൻ ചെയ്തിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മാരത്തൺ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചില ഏരിയാസിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ പലതും നിങ്ങൾ ഓൾറെഡി മാരത്തണിൽ കണ്ടിട്ടുള്ള ഏരിയാസിനോട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മേജറായിട്ട് AQIനെ കുറിച്ച് നമ്മൾ പഠിച്ചു,
NDMA എന്താണെന്ന് നമ്മൾ നോക്കി. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഈ കെമിക്കൽ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഈ വേസ്റ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമ്മളിങ്ങനെ പറഞ്ഞു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്. ഇങ്ങനെ പല ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ പൊല്യൂഷനായിട്ടും അല്ലെങ്കിൽ ഡിസാസ്റ്റർ, എൻവയൺമെൻറ്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആയിട്ടും ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഏരിയാസിനോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത എന്നാൽ ഇതിനോടൊക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ചില ടോപ്പിക്സ് അല്ലെങ്കിൽ ചില ഏരിയാസ് കൂടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. സോ ഈ സീരീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ബേസിക്കായിട്ട് പലപ്പോഴും പേപ്പർ 1 ഒരു ഡിഫിക്കൽറ്റി പലർക്കും അനുഭവപ്പെടുന്നതിൻ്റെ കാര്യം എന്താണ്, എന്ത് ടോപ്പിക്സ് പഠിക്കണം, അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. ഓഫ് കോഴ്സ് നമുക്കൊരു സിലബസ് ഉണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ അവർ കൃത്യമായിട്ട് വളരെ സ്പെസിഫിക്കലി എന്ത് എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേത് മേഖലയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോടുള്ളൊരു അപ്രോച്ച്, ആ രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് പേപ്പർ 1. അപ്പോൾ ആ ഒരു എന്ത്, എങ്ങനെ, അതിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പേപ്പർ 1 കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. പക്ഷെ ആ ഒരു കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് മോർ ഈസിയർ. പിന്നെ ഓഫ് കോഴ്സ് എക്സാമിൻ്റെതായിട്ടുള്ള രീതികളിൽ നമ്മൾ ആ ഒരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. സോ ആ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നമുക്ക് പേപ്പർ 1നോടുള്ളത്. എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്, എന്ത് പഠിക്കണം, സ്പെസിഫിക്കലി എന്ത് ഫോക്കസ് ചെയ്യണം. സോ ആ ഒരു കാര്യം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചു തുടങ്ങാൻ സാധിക്കും. സോ ആ ഒരു അപ്രോച്ച് തന്നെയാണ് ആപ്പിൾബി അക്കാഡമിക്ക് നമ്മുടെ ക്ലാസ് റൂം കോച്ചിങ്ങിലും അതുപോലെ ഓൺലൈൻ കോച്ചിങ്ങിലും ഉള്ളത്. സോ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് വളരെ ഫ്ലെക്സിബിളായി നിങ്ങളുടെ ഒരു സമയത്തിലും നിങ്ങളുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്തും ഇരുന്ന് പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പഠനമോ ജോലിയോ അതിനോടൊക്കെ ഒപ്പം നിങ്ങൾക്ക് ഒരു ക്ലാസ് കൂടി അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റിൻ്റെ പ്രിപ്പറേഷൻ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾബി അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. LMS പ്ലാറ്റ്ഫോമും ലൈവും ഒക്കെ അടങ്ങുന്ന കോഴ്സാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു ക്ലാസ് റൂം എൻവയൺമെൻറ്റിൽ വളരെ സിസ്റ്റമാറ്റിക്കായി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം കോഴ്സസും അവൈലബിൾ ആണ്. ജെൻഡർ പേപ്പർ, അതുപോലെ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങൾക്കാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.